ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ട ദൂരദർശൻ പ്രേക്ഷകർക്ക് നിങ്ങളുടെ പ്രിയ പ്രോഗ്രാമായ കൂട്ടിനൊരു പാട്ടിൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ചിന്തിക്കില്ല ഇന്നത്തെ എത്ര സ്പെഷ്യൽ എന്നുള്ളത്. ഞങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയ പ്രോഗ്രാമായ കൂട്ടിനൊരു പാട്ട് 500ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. 2021 തുടങ്ങിയ ഈ പ്രോഗ്രാം ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്താണ് 500ാമത്തെ എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുന്നത്. ഇതിൽ ആദ്യം നന്ദി പറയേണ്ടത് പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരോടുമാണ്. അതുമാത്രമല്ല, ഈ ഒരു ഷോയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളെ ഏറെ സന്തോഷിപ്പിച്ച, നിങ്ങളെ ഏറെ സ്നേഹിക്കുന്ന എല്ലാ ആങ്കേഴ്സും എത്തിച്ചേർന്നിട്ടുണ്ട്. ജീനു കാർത്തികേയൻ, അപർണ സന്തോഷ്, അമൃത, അപർണ പ്രേം, ജീവേഷ്, ഒരേ ഒരു ആൺകുട്ടിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജീവേഷ്. ചേച്ചി, ഇന്ന് 500ാമത്തെ എപ്പിസോഡ് ആകുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റും വേണം അടിച്ചു പൊളിക്കാൻ. 499 കലാകാരന്മാരാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് അല്ലെ. അപ്പൊ 500ാമത്തെ കലാകാരി അല്ലെങ്കിൽ കലാകാരൻ നമ്മുടെ ഗസ്റ്റ് ആരാണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും എന്തായാലും. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് മാറ്റി നിർത്തണ്ട, നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണ് കേട്ടോ. പറയട്ടെ, നമ്മുടെ ദൂരദർശന്റെ തന്നെ സ്വന്തം എന്ന് പറയാം. നമ്മുടെ പ്രിയ കലാകാരി പ്ലേബാക്ക് സിംഗർ രാജലക്ഷ്മിയാണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം ദൂരദർശനിലൂടെ വന്ന് ദൂരദർശന്റെ കുട്ടിയാണ് ചേച്ചി അല്ലേ? അല്ല, അതെനിക്ക് ആദ്യം അപർണ പറഞ്ഞ അവിടെ നിന്ന് തന്നെയാണ് എനിക്ക് തുടങ്ങേണ്ടത്. കാരണം ദൂരദർശന്റെ സ്വന്തം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കലാജീവിതത്തിൽ ദൂരദർശനും ഞാനും തമ്മിൽ അത്രയും ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് കൂട്ടിനൊരു പാട്ട് എന്ന സൂപ്പർ ഹിറ്റ് ലൈവ് ഷോ, അത് 50th എപ്പിസോഡ് സെലിബ്രേഷനിൽ 500ാമത്തെ എപ്പിസോഡ് സെലിബ്രേഷനിൽ ഇവിടെ വരാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. നല്ല ഗംഭീരമായിട്ടുള്ള പാട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം, പിന്നെ ആദ്യമായിട്ട് പാടുന്നവരുണ്ടെന്ന് അറിയാം. അപ്പൊ ഇത് രാമന്റെ ഏദൻ തോട്ടം എന്ന സിനിമയിലെ നമ്മുടെ സന്തോഷ് വർമ്മ ചേട്ടൻ വരികൾ എഴുതി നമ്മുടെ എല്ലാവരുടെയും, എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ് ബിജി ബാലേട്ടൻ. ബിജി ചേട്ടൻ ഈണം പകർന്ന മാവിലക്കുടിൽ പൈങ്കിളി, അതാണ് നമ്മുടെ ഇന്നത്തെ ഇനോഗ്രേഷൻ സോങ്. മാവിലക്കുടിൽ പൈങ്കിളി കോകിലക്കിളി പാടടി, വീണ്ടു കിട്ടിയ പൂങ്കുഴൽ മഴക്കാർ നിറക്കിളിയോതെടി. മാവിലക്കുടിൽ പൈങ്കിളി കിളി കോകിലക്കിളി പാടടി, വീണ്ടു കിട്ടിയ പൂങ്കുഴൽ മഴക്കാർ നിറക്കിളിയോതെടി. താഴ്വരയിൽ കുഞ്ഞു തെന്നൽ താളമിടും നിരത്ത്, 7 സ്വരം തൊട്ടെടുത്തിൻ നെഞ്ചകത്തെ കൊമ്പത്ത്. അറിയുമോ കരിമുകിൽ മല
കൊലുസുകൾ ചാർത്തുന്ന പാട്ട് ഓർമ്മയാറ്റിലൂടെ കടലാസു തോണി ഒഴുകി ഒഴുകി ബാല്യതീരമെത്തുന്നൊരു പാട്ടുമേകുമോ ഏഴു സ്വരം തൊട്ടെടുത്തിൻ നെഞ്ചകത്തെ കൊമ്പത്ത് മാവിളക്കുടിൽ പൈങ്കിളി കോകിലക്കിളി പാടടി വീണ്ടു കിട്ടിയ പൂങ്കുഴൽ മഴക്കാർ നിറക്കിളിയോതെടി താഴ്വരയിൽ കുഞ്ഞു തെന്നൽ താളമിടും നേരത്ത് ഏഴു സ്വരം തൊട്ടെടുത്തിൻ നെഞ്ചകത്തെ കൊമ്പത്ത് അല്ല ശരിക്കും അന്നത്തെ പാവാടയിട്ട് കൊച്ചു കുട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതിന് ഒരു മാറ്റവും ഇല്ലല്ലോ. പ്രത്യേകത വരികള് സന്തോഷേട്ടൻ എഴുതിയേക്കുന്നത് പ്രകൃതിയോട് ഇത്രമേൽ ഇണചേർന്ന ഒരു വരിയാണ്. അത് മനോഹരമായിട്ട് ആ പ്രകൃതി പാടുന്ന പോലെ തോന്നി. അത് ശരിക്കും ആ കമ്പോസറിന്റെ ഒരു ബ്രില്യൻസും കൂടിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം തന്ന ഒരു പ്രോഗ്രാം ആണെന്ന് പറയുക. ശരിക്കും അതൊക്കെ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ആ ഒരു മൊമെന്റ് ഞങ്ങൾ വീണ്ടും ഇവിടെ ഷെയർ ചെയ്യാണ്. പ്രേക്ഷകർ ഞങ്ങൾക്ക് പിന്നെ മാത്രമല്ല നമുക്കറിയാം ഏതൊരു പാട്ടും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും എല്ലാം കൂടെ സെറ്റ് ആകുമ്പോഴാണ് അത്രയും നല്ലത്. നമ്മളുടെ ഈ വായിച്ച ചേട്ടന്മാരെ നമ്മള് പറയാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ജോസേട്ടൻ നമ്മുടെ കൂട്ടൊരു പാട്ടിന് തന്നെ അവിഭാജ്യ ഘടകമാണ്. കണ്ട് പരിചയം തന്നെയാണ് ജോസേട്ടൻ, നമ്മളെ ഗിറ്റാർ വായിക്കുന്ന ടൈറ്റസ് ചേട്ടൻ, പിന്നെ ജോണി ചേട്ടൻ, ദിലീപ്. നിങ്ങൾ 4 പേരും ഞങ്ങളുടെ ഈ ഒരു കൂട്ടൊരു പാട്ടിന്റെ 500ാം എപ്പിസോഡിന്റെ ഭാഗമായതിലുള്ള ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. സപ്പോർട്ട് തരുന്നതും കൂടെ അല്ലേ? അത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടി പറയാം. ഇതിൽ പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞിട്ട് ചില സിംഗേഴ്സ് നമ്മളോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അപ്പം ഈ ലൈവായിട്ട് പാടുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അവരിങ്ങനെ പറയും, ഇപ്പോൾ കൂട്ടിനൊരു പാട്ടിന് പോയിട്ട് എൻ്റെ അമ്മേ അല്ലേ ഇത്രയും ഇതാണെന്ന്. കാരണം അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആർട്ടിസ്റ്റിനെ ലൈവായിട്ട് ഈ പാട്ടുകൾ പാടാൻ പറ്റുമോ? ഞാൻ ഇച്ചി പഴയൊരു പാട്ട്, മലയാളം പാട്ട് തന്നെയാണ് പാടുന്നത്. ഉമ്മ എന്ന ഫിലിമില് അതിൽ തന്നെ ഒരു അല്ല, അത് ഉമ്മ എന്ന ഫിലിമില് ജിക്കി മാഡം പാടിയ നമ്മുടെ ഭാസ്കരൻ മാസ്റ്റർ വരികൾക്ക് ബാബുക്കയുടെ സംഗീതം. അതെ, പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന അല്ല നമ്മുടെ പ്രേക്ഷകരിൽ ഓൾമോസ്റ്റ് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അധികവും പഴയ സോങ്സ് ആണ് അവർ വിളിക്കുമ്പോൾ ചോദിക്കുന്നത്, പഴയ പാട്ടുകളാണ്. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. മാരനാണ് വരുന്നതെങ്കിൽ മാരനാണ് വരുന്നതെങ്കിൽ മധുര പത്തിരി വയ്ക്കണം. മാവ് വേണം, വെണ്ണ വേണം, പൂവാലി പശുവേ പാൽ തരണം. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയെന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. സുന്ദരനാണ് വരുന്നതെങ്കിൽ
കദളിവാഴക്കൈയിലിരുന്ന് കാക്കയെന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ. അപ്പൊ ഇനി നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത് ആളിങ്ങനെ കാത്തിരിക്കുകയാണ്, ഇത്തിരി ടെൻഷനും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ചേച്ചി ഒരു വേദിയിൽ പാടാൻ പോകുന്നത്. അപ്പോൾ അരങ്ങേറ്റം അല്ലേ? അരങ്ങേറ്റമാണ്. രീതിയിലാവുന്നത് ഏറ്റവും നല്ല കാര്യം. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്റ്റൈലിഷ് അമൃത ചേച്ചി. അപ്പൊ ചേച്ചി ചേച്ചി ഏത് സോങ് ആണ് പറഞ്ഞോളൂ. സത്യമായിട്ടും ഞാനിങ്ങനെ ഫിലിം സോങ് ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ്. അതെ, ഞങ്ങള് മുതിർന്നവരെയൊക്കെ അതെ അതെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണം. പാട്ട് ഏനുണ്ടോടി എന്ന പാട്ടാണ്. സിത്താര അക്ഷരകുമാറിൻ്റെ പാട്ട്, എം ജയചന്ദ്രൻ സാറ്, മ്യൂസിക് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറിൻ്റെ വരികൾ. അപ്പോൾ ഇത് ഞങ്ങളൊരു PG ഒക്കെ പഠിക്കുന്ന സമയത്തുള്ളൊരു പാട്ടാണ്. ആ സമയത്ത് ഇങ്ങനെ സ്ഥിരം ഹോസ്റ്റലിൽ അവിടെ പാടാൻ പിന്നെ ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു പാട്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ പാട്ട് തന്നെ എന്നാ തുടങ്ങാന്ന് വിചാരിച്ചത്. അതെ, ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ ഏനേനോ നേനേനോ ഏനേനേനോ ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ 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 ഏനോ ഏനോ നേനേനോ ഏനുണ്ടോടി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം കമ്മലിട്ടോ പൊട്ടുതൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ കവളം കിളികാതിലെ ചൊല്ലണ് കണ്ണിലിത്തിരി കൺമഷി വേണ്ടേന്ന് കുമ്പിളിൽ പൂമണവുമായെത്തണ് കാറ്റുമൂളണ് കരിവള വേണ്ടേന്ന് എന്തിനാവോ ഏതിനാവോ എനിതൊന്നും അറിഞ്ഞതേയില്ലേ പഞ്ചാര പൂങ്കുയിലേ ഏനുണ്ടോടി ഏനുണ്ടോടി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം കൊച്ചേരി മുല്ലത്തക്കം പറയണ് കാർമൂടി ചുറ്റേ പൂവൊന്ന് കെട്ടാന്ന് പൂത്തോരുങ്ങി ഇളങ്ങിയും ചൊല്ലാണ് മേലുവാസന തൈലം പൂരട്ടാന്ന് എന്തിനാവോ ഏതിനാവോ നീ മറിമായമെല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതെ നിക്കണല്ലേ ഏനുണ്ടോടി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം കമ്മലിട്ടോ പൊട്ടുതൊട്ടോ
എനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. താങ്ക് യു താങ്ക് യു. ഒരു കലാഹൃദയം എനിക്ക് ഇവിടെ പറയാനുള്ളത് പ്രേക്ഷകരോടാണ്, ഇനി വിളിക്കുമ്പോ ചേച്ചിയെ കൊണ്ട് പാട്ട് നിങ്ങൾ പാടിക്കണം. ഇത്രയും നാളും ഇവിടെ എനിക്ക് പാടാൻ അറിയില്ല, അക്ഷരശ്ലോകം മാത്രം എനിക്ക് അധികം സ്റ്റേറ്റ് കിട്ടിയിട്ടുള്ളൂ, എഴുതാനും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആളാ. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയിട്ടോ, കാരണം ഭയങ്കര പ്രൊഫഷണൽ സ്ഥലങ്ങളൊക്കെ കേട്ട് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ചില സ്ഥലങ്ങളൊക്കെ പാടിയ വരിയിൽ പറഞ്ഞ പോലെ ഏനിതൊന്നും അറിഞ്ഞില്ല ഉണ്ണി. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത പാട്ട്. ജീനു പാടും കൺമണി. കൺമണി അൻപോടു കാതലൻ நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது அது எழுத நினைக்கையில் வார்த்தை முட்டது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டு சௌக்கியமா நான் இங்கு சௌக்கியமே. लाली लालिये लाली लालिये अभिरामी लालिये लाली लालिये अभिरामिये तालाट्टम सामिये नान ताने तेरियुमा उनक्कु पुरियुमा ला 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 la 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 ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது அது எழுத நினைக்கையில் வார்த்தை முட்டது. ശരിക്കും ഇളയരാജ സാറിന് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പാട്ടല്ലേ. എന്റെ ചേച്ചി കാലക്കിട്ടോ അടിപൊളി. തീരമേ തീരമേ അത് പാടാം. തീരമേ തീരമേ നീരുമല കടലാഴമേ
കിരണകരങ്ങളാൽ ഇവളെ നീ ആകാശമേ കഥയിലെ ഹോറിയോ ഞാൻ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം കരുതി വെച്ചോ നീ എനിക്കായി അപരിചിതപുരം ഇവിടമോ ശരണാലയം നീ തരും കരുണാകരം നമ്മളെത്തിയ പവിഴദ്വീപഹൃദം തേടിയ തീരം ദൂരെ രാവിവൾ പകലിനെ സ്നേഹാന്ധമാ ജ്വലൽ സൂര്യനായി മേളിടും പൊഴിൻ പ്രാണനിൽ പകരുമിരമ്പക്കടൽ ചിരം നീ പെരും കടലനുരാഗമേ ഒരേ രാഗതാളങ്ങളാൽ നീർനിതാ മിനിക്കൊയ് തീരങ്ങൾ താരാട്ടായി പുലർക്കാറ്റായി നീ അരികിൽ ഞാനറിയാതാലോലമായി കഥയിലെ ഹോറി എന്നെ കാത്തിരുന്നു നിന്റെ മരതക ഗൃഹം കരുതി വെച്ചു നീ എനിക്കായി സ്വപ്നമധുരിതപുരം ഇവിടെ നിൻ പ്രണയാലയം എന്റെ പ്രാർത്ഥനയായിടം നമ്മളെത്തിയ പവിഴദ്വീപഹൃദം തേടിയ തീരം ദൂരെ തീരമേ തീരമേ നീറുമല കടലാഴമേ ദൂരമേ ഹൃദയദ്വീപിലുദിച്ച ശോണരൂപനിൻ സൂര്യനെ തീക്ഷ്ണമായി പുൽക കിരണകരങ്ങളാൽ ഇവളെ നീ അതല്ലേ പ്രണയം ഒരു പ്രാർത്ഥനയാണെങ്കിലേ ഈ പാട്ട് പോലെ ഇരിക്കും ശരിക്കും എനിക്കിങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോൾ പല പ്രണയഗാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊരു പ്രാർത്ഥന പോലുള്ളൊരു പ്രണയ എനിക്ക് പറയാനുള്ളത് ചേച്ചി എന്തായാലും ഇപ്രാവശ്യം പാടിയ പാട്ടുകൾ ഓരോന്നും ഓരോ രീതിയിലായിരുന്നു. ഡിഫറെന്റ് ആയിട്ട് എടുക്കും. മൂടൊക്കെ ഇന്നലെ 500ാമത്തെ എപ്പിസോഡല്ലേ? വെറൈറ്റി 2021 ഈ പരിപാടി തുടങ്ങുന്നത് ഈ വ്യക്തിയുടെ മുഖം ക്യാമറയിൽ വെച്ചുകൊണ്ടാണ് ഈ ആങ്കർ. മാത്രമല്ല ഈ 500ാം എപ്പിസോഡ് ഇവിടെ വരുമ്പോ പ്രിയ പ്രേക്ഷകർ അറിഞ്ഞു കാണും ഈ നമ്മുടെ പ്രിയപ്പെട്ട സരിത റാം എന്ന് പറയുന്ന ഈ അവതാരക ഈ ഗായിക അതിനു മുമ്പേ ഗായികയായിരുന്നു അറിയാലേ ചേച്ചി. നമുക്ക് അഭിമാനമായിട്ട് തിക്രൂസി ഫൗണ്ടേഷന്റെ മികച്ച അവതാരകയ്ക്കുള്ള പുരസ്കാരം കൂട്ടിന്റെ പാട്ടിലൂടെ നേടിയെടുക്കുകയും ചെയ്തു. അവിടെയാണ് ഞങ്ങളുടെ സന്തോഷവും അഭിമാനവും എല്ലാം. ചേച്ചിയാൽ തുടങ്ങിയ ഈ പ്രോഗ്രാം ഇന്ന് 500 എപ്പിസോഡ്. താങ്കളാണ് അതിന്റെ മൂല കാരണം. ഈ ഒരു പ്രോഗ്രാമിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ തീർച്ചയായിട്ടും വിജയത്തിന്റെ ദൂരദർശൻ ദൂരദർശൻ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് 500 എപ്പിസോഡ് ഈ ഒരു
ഷോ ഇത്ര അത് ഇപ്പോഴും ആളുകൾ അവരുടെ ഇഷ്ടം കൂടി വരികയാണ്. ഇല്ല, ആർക്കും മടുക്കുന്നില്ല. അതൊക്കെ ഒരു സന്തോഷമാണ്. വീണ്ടും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി. ഞാൻ ചെറുതിലെ പാടുമ്പോ തൊട്ട് ശ്രദ്ധിക്കാറുള്ളൊരു, അന്ന് തൊട്ടേ ശ്രദ്ധിക്കാറുള്ള രാജയോഗം കൂടി പോച്ചു റംബം ബം ആരംഭം ബം 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 പേരെന്തം റംബം ബം ആരംഭം ബം 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 പേരെന്തം. நானும் மத்தாச்சு காதல் கொடே உண்டாச்சு மூடும் உண்டாச்சு கையப்புடே 1 o'clock 2 o'clock கண் முழிச்ச பின்னாடி 3 o'clock 4 o'clock கைப்பிடிச்சு 5 o'clock 6 o'clock rock இருக்கு அம்மாடி 7 o'clock 8 o'clock கிக் இருக்கு. வேலை தோறல் இல்லை வேற என்ன வேலை ஒளி கூட போடும் என்ன சொல்ல வேண்டும். ரம்பம் பம் ஆரம்பம் பம் 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 bum 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 perendu. மேளம் என்னாகும் விட்டு கொடு நாதம் கெடாமல் பாட்டு குண்டான மெட்டு கொடு. 1 o'clock 2 o'clock கண் முழிச்ச பின்னாடி 3 o'clock 4 o'clock கைப்பிடிச்சு 5 o'clock 6 o'clock rock இருக்கு அம்மாடி 7 o'clock 8 o'clock கிக் இருக்கு. சக்தி போடு போடு பக்க மேளத்தோடு தொட்டு பின்பு உன்னை இங்கு விட்ட தரு. ரம்பம் பம் ஆரம்பம் பம் 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 பேரென்பம் ரம்பம் பம் ஆரம்பம் பம் 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 பேரென்பம். 7-8 நக்களச்சு கண்ணே உன் மீது யக்கம் கொண்டது உங்க வெள்ள கண்ணு. ராகு காலம் ஓடி போச்சு ராஜயோகம் ஓடி போச்சு. ரம்பம் பம் ஆரம்பம் பம் 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 பேரென்பம் ரம்பம் பம் ஆரம்பம் பம் 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 பேரென்பம் ரம்பம் பம் ஆரம்பம் பம் 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 பேரென்பம் ரம்பம் பம் ஆரம்பம் பம் 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 பேரென்பம். ഒരു സെലിബ്രേഷൻ മൂഡ് അല്ലേ? നമ്മൾ ഇങ്ങനെ ഇതാണ് സരിതേച്ചി, ഇതാണ് കൂട്ടർ പാട്ട് അല്ലേ? ഏത് പാട്ടാണ്? ഞാനിപ്പോ ഇനി അടുത്ത് പാടുന്നത് എന്നും എപ്പോഴും എന്ന സിനിമ. ജേട്ടനെ പോലെ ഇത്രയും മഹാനായ ഒരു ഗായകൻ്റെ കൂടെ പുതിയ തലമുറയിലെ സിംഗറാണ് ഞാൻ പാടാൻ പറ്റിയത്. വിദ്യാജിയുടെ പാട്ട് എനിക്ക് നമുക്ക് വിദ്യാജിക്കും അതുപോലെ തന്നെ നമുക്ക് 80 വയസ്സ് തികഞ്ഞ് ഇപ്പൊ അതേ വീണ്ടും ആ ശബ്ദത്തിന് വീണ്ടും ചെറുപ്പായിക്കൊണ്ടിരിക്കുക ജയേട്ടന്റെ അല്ലെ, ജയേന്ദ്ര സാറിന്റെ. അപ്പൊ അവർക്ക് രണ്ടു കൂടി പാട്ടങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം. തീർച്ചയായും. ah 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 ah
കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ പുണരുമ്പോൾ പിടയാതെ ചിറകാലെ കുടയാതെ ഇടനെഞ്ചിൻ മഞ്ചത്തിൽ ചാഞ്ചാടു കിളിയേ കിളിയേ വേലാറി നീ വാ വാ പകൽ പോയി നീ വാ വാ അനുരാഗ കിളിയേ കിളിയേ ചാഞ്ചാടു കിളിയേ കിളിയേ മലർവാക കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാട കിളിയേ കിളിയേ തെളിമാനത്തോപ്പിൽ നിന്നൊരാ അനുരാഗത്തിങ്കളൊന്നിതാ കരിനീല കണ്ണിനുള്ളിലെ ദീപമാലയായി തെളിമാനത്തോപ്പിൽ നിന്നൊരാ അനുരാഗത്തിങ്കളൊന്നിതാ കരിനീല കണ്ണിനുള്ളിലെ ദീപമാലയായി കിനാവിലെ ജനാലയിൽ വരൂ വരൂ വിലോലമായി വിമോഹമെന്റെ വീണയിൽ വരൂ വരൂ സുരാഗമായി അകതാരിൻ കിളിയേ കിളിയേ ചാഞ്ചാടു കിളിയേ കിളിയേ മലർവാക കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ കുടമേന്തും ഞാറ്റുവേല പോൽ കുളിർത്തൂകും നിൻ തലോടലിൽ ദിനപോക്കും പാടമാകവേ കാത്തു നിൽക്കവേ വിഭാതമീ ഹിമാമ്പുവിൽ വരൂ വരൂ പ്രസാദമായി ഒരായിരം ചിരാതുകൾ ഇതാ ഇതാ സുഹാസമായി കരളാകും കിളിയേ കിളിയേ ചാഞ്ചാടു കിളിയേ കിളിയേ മലർവാക കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ വേലാറി നീ വാ വാ പകൽ പോയി നീ വാ വാ അനുരാഗ കിളിയേ കിളിയേ ചാഞ്ചാടു കിളിയേ കിളിയേ അടിപൊളി സൂപ്പർ. എന്തുവായിരുന്നു അല്ലേ? നല്ല ഓളമായിരുന്നു. അതെ അതെ ശരി, നമ്മൾ ഇരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും അപർണ ഏത് ഇപ്പൊ ഞാനൊരു ഇപ്പൊ മലയാളമായി തമിഴായി ഇനി ഞാൻ അടുത്തൊരു ഹിന്ദി സോങ് പാടാം. ഓക്കേ, ശ്രേയ ഘോഷലിന്റെ ബർസോരെ മീ. സൂപ്പർ. നാരേ 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 നന്നനാരേ നാരേ 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 നന്നാരേ 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 നന്നാരേ
बारिश का बोसा है, मीठा है कोसा है, बारिश का बोसा है, कोसा है कोसा है, बारिश का बोसा है। चल 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 बहता चल नन्ना रे 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 बरसो रे मेघा, हाँ बरसो रे मेघा मेघा बरसो रे मेघा बरसो। गिली 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 हाँ 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 गिली गिली माटी के छल दरोंदे बनाएंगे रे, हरी भरी अम्बी की डाली मिलके झूले झुलाएंगे रे। ओ धन बजो गजनी जोते सपने, बेलों की खंडी बजी और ताल लगे भरने, रटे के चली मैं तो पार चली, रटे के चली मैं तो पार चली, और वाले पर लेके नारे चले रे मेघा नन्ना रे 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 नन्ना रे। काली रातों में ये बदरवा बरस जाएगा, गली गली मुझको देखा ढूंढेगा और गरज के पलट जाएगा। घर आंगन अंगना और पानी का झरना, भूल न जाना मुझे सब पूछेंगे रे बहकी चली मैं तो बहकी चली, रे कहती चली मैं तो कहती चली रे मेघा नन्ना रे 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 ജീവേഷ് നമ്മള് മൾട്ടിഫെസറ്റഡ് പേഴ്സണാലിറ്റി ആണ്, ഗായകൻ, നടൻ, ആങ്കർ, രാജ ആള് കാണുന്നവരെയല്ലോ കേട്ടോ. അങ്ങനെയുള്ള ജീവേഷാണ് അടുത്ത പാട്ട് പാടാൻ പോകുന്നത്. കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം. കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം.
കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം പൂരമെനിക്കൊന്നു കാണണം കാന്ത പൂരമെനിക്കൊന്നു കാണണം കാന്ത പൂരം അതിലൊന്നു കൂടണം കാന്ത പൂരം അതിലൊന്നു കൂടണം കാന്ത വിമിലയെനിക്കൊന്നു കാണണം കാന്ത വിമിലയെനിക്കൊന്നു കാണണം കാന്ത വിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത വിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം മദ്ദളം എനിക്കൊന്നു കാണണം കാന്ത മദ്ദളം എനിക്കൊന്നു കാണണം കാന്ത മദ്ദളം അതിലൊന്നു കൊട്ടണം കാന്ത മദ്ദളം അതിലൊന്നു കൊട്ടണം കാന്ത വെട്ടിക്കെട്ടി എനിക്കൊന്നു കാണണം കാന്ത വെടിക്കെട്ടി എനിക്കൊന്നു കാണണം കാന്ത വെടിക്കുട്ടി അതിലൊന്നു കൊള്ളുത്തണം കാന്ത വെടിക്കുട്ടി അതിലൊന്നു കൊള്ളുത്തണം കാന്ത കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം പൂരമെനിക്കൊന്നു കാണണം കാന്ത പൂരം അതിലൊന്നു കൂടണം കാന്ത തിമിലയെനിക്കൊന്നു കാണണം കാന്ത തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത മദ്ദളം എനിക്കൊന്നു കാണണം കാന്ത മദ്ദളം അതിലൊന്നു കൊട്ടണം കാന്ത വെടിക്കുട്ടി എനിക്കൊന്നു കാണണം കാന്ത വെടിക്കുട്ടി അതിലൊന്നു കൊളുത്തണം കാന്ത കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം ലാസ്റ്റായി വന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പാടിയല്ലേ കൂടെ നിന്നു എല്ലാവരും രാജേഷ് ഉൾപ്പെടെ എല്ലാവരും കൂടെ നിന്നു. Thank you, thank you. നല്ല മൂടായിരുന്നു സത്യം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാല് രാജേഷ് ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും കൂടെ പാടാൻ സാധിക്കുന്നുള്ളത്. കൂട്ടുപാട്ട് എപ്പോഴും ഒരു കുടുംബമായിട്ട് അല്ലേ, നമ്മുടെ ഇപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ കുറെ നേരം പാട്ട് പാടുക, പാട്ടോട് കൂടുക, കൂട്ടിനൊരു പാട്ട്. ഇന്ന് കൂട്ടുകൂടി ചേച്ചി ഞങ്ങളോട് അടിപൊളിയാക്കി. ഞാനും നിങ്ങളുടെ കൂടെ സെലിബ്രേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മളെല്ലാം ശക്തിയായിട്ട് കൂടും, ഒരുമിച്ച് കൂട്ടുകൂടി പാട്ടുപാടി തകർക്കും. എല്ലാവിധ ആശംസകളും ചേച്ചിക്ക് നേരുകയാണ്. ഞാനും അങ്ങോട്ട് നേരെയാണ് ഓരോരുത്തർക്കും ഈ പ്രോഗ്രാമിനും. നേരത്തെ ചേച്ചി പറഞ്ഞതിന്റെ ഇതൊരു ലൈവ് ഷോ ഇത്രയും ഗംഭീരമാക്കണമെങ്കിൽ അതിന്റെ പുറകിലൊരു വലിയൊരു ടീമുണ്ട്. അതെനിക്കറിയാം, അവരെല്ലാരെയും എനിക്ക് നേരിട്ടൊക്കെ അറിയാം. അപ്പൊ എല്ലാവർക്കും ഒരു വലിയ ഹാറ്റ്സ് ഓഫ് നിങ്ങൾക്ക് എല്ലാവർക്കും. ശരിക്കും അവര് ഇതേപോലെ നമുക്ക് ഇനി സപ്പോർട്ട് തരട്ടെ അല്ലേ, 500ഉം 1000 എപ്പിസോഡുകളൊക്കെ ആവാനായിട്ട്. അപ്പോൾ നമുക്ക് ആഘോഷങ്ങൾ തുടരാം, ഇവിടെ അവസാനിക്കുന്നില്ല. പറഞ്ഞോളൂ. നമ്മുടെ സമയം എല്ലാ പ്രാവശ്യം പറയുന്നതാണ്, നമ്മുടെ സമയം ഏകദേശം തീരാറായി, ഇവിടെ തീരാറായിരിക്കാണ്. വീണ്ടും മറ്റൊരു അതിഥിയും നല്ല നല്ല ഗാനങ്ങളും. പക്ഷെ അതിൽ ഇത്രയും പേര് ഞങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. ഒരു വിശേഷ അവസരത്തിൽ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നതായിരിക്കും. വീണ്ടും കാണാൻ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി 500ാം എപ്പിസോഡിന്റെ എല്ലാ ആശംസകളും നിങ്ങൾ പ്രേക്ഷകരോട് നമ്മൾ സന്തോഷപൂർവ്വം പങ്കുവെച്ചു എന്ന് വിശ്വസിക്കട്ടെ. മറ്റൊരു അവസരത്തിൽ കാണാം. നന്ദി, നമസ്കാരം.